ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കും ചെയ്യാം. യു വിൽ ബി മൈ ബിസിനസ് പാർട്ട്ണർ. നേരത്തെ വന്നപ്പോ ഈ വാക്കൊന്ന് കേൾക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പൊ അത് താൻ പറഞ്ഞില്ല. ആരാ ജ്യോതി നിങ്ങള്? സുജാത ആന്റിക്ക് മോന്റെ ബർത്ത്ഡേയിൽ പങ്കെടുക്കണമെങ്കിൽ പങ്കെടുക്കാം, ഇല്ലെങ്കിൽ പങ്കെടുക്കാതെ ഇരിക്കാം. അതൊക്കെ സുജാത ആന്റിയുടെ ഇഷ്ടം. പക്ഷേ ഇവിടെ വന്ന് സംസാരിക്കുമ്പോ ഈ വൈരാഗ്യം കാണിക്കണമെന്ന് നിന്റെ ചേട്ടൻ നിന്നെ പറഞ്ഞ് ഏൽപ്പിച്ചോ? ആരും പറഞ്ഞുതരാ തന്നെ ഓരോരുത്തരുടെ സ്വഭാവം എനിക്ക് അറിയാം ഹരിയേട്ടാ. അയ്യോ ഡാഡി ജ്യോതിയാ? ഡാഡി ഓ, ജ്യോതി ഇപ്പൊ ജയാറിനെ വല്ലാണ്ട് അങ്ങോട്ട് ന്യായീകരിക്കുന്നുണ്ടാവേ. അതിനുള്ള ഉപകാരം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം അല്ലേ? പ്രശ്നങ്ങളിൽ നിന്നും കൈ കൊടുത്ത് കരകയറ്റുന്നതാണ് ദൈവം. അത് വെച്ച് നോക്കുമ്പോ ജയാറിപ്പം ദൈവ ഇല്ലോടാ. എന്റെ ഏട്ടൻ എനിക്ക് ദൈവം. അതല്ലേ ഞാനും പറഞ്ഞത്. മനുവിനെ വലിയ പ്രശ്നത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പ്രത്യേകിച്ചു. ഓ, എന്നെ രക്ഷപ്പെടുത്താൻ വേറെ വഴിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ അത് മുടക്കിയതും ഹരിയേട്ടന്റെ കാര്യങ്ങൾ പറഞ്ഞ. നിന്റെ കാര്യം പറഞ്ഞ ഒന്ന് മതിയാക്ക് ജ്യോതി. ഹരി അർഹതയില്ലാത്തതൊന്നിനും കൈ നീട്ടിയിട്ടില്ല ആരുടെ ഇതുവരെ. പാലക്കാടത്തെ പ്രോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ നിർബന്ധമായിരുന്നു. ഞങ്ങൾ ആരും അമ്മയോട് ആവശ്യപ്പെട്ടതല്ല. ഞാൻ വന്നത് അമ്മയെ കൂട്ടിക്കൊണ്ടു പോവാനാ. അമ്മയെ വിളിച്ചേ. ജ്യോതി, എന്തിനാ നീ എന്നെ വിളിക്കാൻ വന്നത്? ഏത് കണക്കിനാണ് ഞാൻ അങ്ങോട്ട് വരേണ്ടത്? അച്ഛനാ പറഞ്ഞത് അമ്മയോട് അങ്ങോട്ട് വരാൻ. അമ്മ എന്തിനാ ഇവരുടെയൊക്കെ താളത്തിന് തുള്ളുന്നേ? എന്തായാലും ബർത്ത്ഡേ നടക്കുന്നത് സ്വന്തം മോന്റെ അല്ലേ. അച്ഛൻ എന്നോട് പറയാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു. ഇനി വരുന്നതും വരാതിരിക്കുന്നതും അമ്മയുടെ ഇഷ്ടം. അല്ലേലും നിത്യേച്ചി അമ്മയെ വിടില്ല എന്നൊക്കെ എനിക്കറിയാം. ജ്യോതി, ഒന്ന് മയങ്ങാന്ന് വെച്ചതാ, നന്നായിട്ട് ഉറങ്ങിപ്പോയി. അവള് വല്ലതും പറഞ്ഞോ മോളെ? അമ്മയെ ഞങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്നെന്നാ പറഞ്ഞത്. ബർത്ത്ഡേയില് അമ്മ പങ്കെടുക്കുന്നത് തടയാൻ വേണ്ടി. രഘുവേട്ടനാണ് അത്ര വിളിച്ചത്. ബർത്ത്ഡേ ആകുമ്പോ എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണ്ടേ? അമ്മയെ കളിയാക്കുന്നതും ഒരു എന്റർടൈൻമെന്റ് ആണല്ലോ. എന്തായാലും സുജാത അവിടെ വരുന്ന ചെല്ല്. അല്ലെങ്കിൽ ജ്യോതി ഇപ്പൊ സംസാരിച്ചതേ കുറച്ച് കഴിയുമ്പോ രഘു സംസാരിക്കും ഇല്ലോടാ. അത് കഴിയുമ്പോ ജീവനെ അതങ്ങോട്ട് ഏറ്റെടുക്കും. അല്ല, അതിനേക്കാൾ നല്ലത് സുജാത അങ്ങോട്ട് പോകുന്നതല്ലേ. എന്തിനാ വെറുതെ മനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ തലയിലേറ്റി വെക്കുന്നേ? ശരിയല്ലേ? അമ്മാവൻ പറഞ്ഞത് കാര്യം ആന്റി. ആന്റി പൊയ്ക്കോളൂ. ഇനിയിപ്പോ ഒരു ബർത്ത്ഡേ ബഹളത്തിലൊന്നും കലാശിക്കണ്ട. അതാ ഞാൻ അങ്ങോട്ട് പോയതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ തീരുവോ ഹരി? രഘുവേട്ടൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ പാർട്ടി തീരുന്നത് വരെ എനിക്ക് ടെൻഷനാ. അതിനിടയിൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. അമ്മച്ചല്ല, എന്നെ തടഞ്ഞു എന്നുള്ള ദുഷ്പേര് നിങ്ങൾക്ക് വരാതിരിക്കാൻ ഞാൻ പോണം. അവിടെ ചെന്ന് ഒരു മുറിയിൽ അടച്ചിരിക്കാം. അടിമകളെ പൂട്ടിയിടാറുണ്ടല്ലോ. പാവം, എന്നോട് പോകില്ലാന്ന് പലവട്ടം പറഞ്ഞതാ. നമുക്ക് നിർബന്ധിക്കേണ്ടി വന്നല്ലോടാ. ജ്യോതിക്ക് വല്ലാതെ മാറി. വന്ന് കയറുന്നത് തന്നെ ശത്രുക്കളുടെ മുന്നിലേക്ക് എന്ന പോലെ. അങ്ങനെയല്ലോടോ പറഞ്ഞു കൊടുക്കുന്നത്. സുജാത എനിക്കുള്ള ശിക്ഷയെ. ഇനിയിപ്പോ നമുക്കുള്ളത് എന്താണാവോ?
അയ്യോ, ഐ എം സോറി മിസ്റ്റർ ഉദയൻ. ഇന്നേ ഈവനിങ് നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് നാളെ രാവിലെ ആക്കിയാലോ? ഓക്കെ ഓക്കെ, ശരി. ഉത്തര, താനിതുവരെ പോയില്ലേ? എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാ. സത്യത്തിൽ ഇങ്ങോട്ട് കയറുമ്പോ താനിവിടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തു പറ്റി? വലിയ കാര്യമായിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് പൊട്ടി തകർന്നോ മോനെ? ഏയ്, കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അച്ഛൻ വിളിച്ചിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. ഓ, ഹീറോയുടെ എൻട്രി ഗംഭീരാക്കണല്ലോ, അതുകൊണ്ടായിരിക്കും. എടോ, താൻ തന്റെ യാത്ര ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നെങ്കിലേ തനിക്കും കാണായിരുന്നു ചിലതൊക്കെ. അതിനി ഒരുപാട് സമയമുണ്ടല്ലോ. അല്ല, ബർത്ത്ഡേ ആയിട്ട് എനിക്കെന്താ പ്രസന്റ്? തനിക്ക് എന്താണോ വേണ്ടേ? ഉള്ളത് മുഴുവൻ തനിക്കെടുക്കാം. എനിക്ക് ഫ്ലൈറ്റ് ടൈം ആയി. 15 മിനിറ്റിനുള്ളിൽ എയർപോർട്ടിലെത്തണം. ഇപ്പൊ താൻ പറഞ്ഞില്ലേ ഉള്ളത് മുഴുവൻ തനിക്കെടുക്കാന്ന്. അത് വേണ്ട. താൻ എന്നോട് മുമ്പ് വാക്ക് പറഞ്ഞതുപോലെ തന്റെ ബിസിനസ്സുകളിൽ എന്നെ പങ്കാളിയാക്കിയാ മതി. വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കും ചെയ്യാം. യു വിൽ ബി മൈ ബിസിനസ് പാർട്ട്ണർ. നേരത്തെ വന്നപ്പോ ഈ വാക്കൊന്ന് കേൾക്കാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പൊ അത് താൻ പറഞ്ഞില്ല. അതുകൊണ്ടാ വീണ്ടും ഓടി വന്നേ. താങ്ക് യു ചെയ്യാ, താങ്ക് യു. അപ്പൊ പിന്നെ എങ്ങനെയാ നമുക്ക് ഫ്യൂച്ചറൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണ്ടേ? ആരായി ചോദിക്കുന്നേ? സ്വന്തം ജീവിതം മാത്രമല്ല, മറ്റു പലരുടെയും ജീവനും ജീവിതവും പ്ലാൻ ചെയ്യുന്ന ആളാ മിസ്റ്റർ ജയാർ. ഇത് ബിസിനസ് അല്ലല്ലോ, നമ്മുടെ ജീവിതമല്ലേ. എന്നാലും പ്ലാനിങ് ജീവൻ മതി. ഞാൻ ഇറങ്ങിക്കോട്ടെ. ഇറങ്ങണോ? ഓക്കെ, ടേക്ക് കെയർ. ഐ മിസ് യു. മധുര നൊമ്പരക്കാറ്റ്